സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ ഏപ്രിൽ 21 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന ആഘോഷങ്ങളുടെ സമാപനം മെയ് 30-ന് തിരുവനന്തപുരത്താണ്. സർക്കാരിന്റെ ഈ ആഘോഷത്തിന്റെ നാളുകളിൽ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കാനാണ് സർക്കാർ ഇന്ന് തീരുമാനിച്ചത്. മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകുവാനാണ് സർക്കാർ തീരുമാനിച്ചത്. ഇതിനായി സർക്കാരിന് 1800 കോടിയോളം രൂപ വേണ്ടിവരും. ഓരോ പെൻഷൻ ഗുണഭോക്താവിനും 3200 രൂപ വീതം ലഭിക്കും. കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇനി വിതരണം ചെയ്യുവാൻ പോകുന്നത്. നേരത്തെ 5 മാസത്തെ പെൻഷനുകളാണ് കുടിശ്ശികയായത്. അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയിൽ അറിയിച്ചിരുന്നു. അതിൽ 2 ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്തിരുന്നു. ബാക്കി 3 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകുവാനാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്ക് മെയ് പകുതിക്ക് ശേഷം 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപ വീതം ലഭിക്കും. ഏപ്രിലിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി ഏപ്രിൽ 10 മുതൽ സംസ്ഥാനത്ത് വിതരണം ചെയ്തിരുന്നു. 2024 മാർച്ചിന് ശേഷം എല്ലാ മാസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം സർക്കാർ നടത്തിയിരുന്നു. ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ കൂടി മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നതോടെ ഇനി കുടിശ്ശികയായിട്ടുള്ളത് 2 മാസത്തെ പെൻഷൻ തുക മാത്രമായി കുറഞ്ഞിരിക്കുകയാണ്. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് 62 ലക്ഷത്തോളം പേർക്ക് 3200 രൂപ വീതം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.